السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه الفائزين بالله. ബഹുമാന്യരായ നമ്മുടെ കോളിയൂർ ഉസ്താദ്, ജക്കരിയ ഫൈസി ഉസ്താദ്, അബ്ദുൽ ഹമീദ് ഉസ്താദ്, തോക്കെ, അതുപോലെ അബ്ദുൽ അസീസ് സക്കാഫി തുടങ്ങിയ എല്ലാവരും പേര് പറയുമ്പോൾ കുറേ സമയം പോകും. നമ്മൾ എല്ലാവരും ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ പരിപാടി തീർക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പലരും നമ്മുടെ വേദിയിലുണ്ട്. നമ്മുടെ ഉമ്മത്ത് അടക്കമുള്ള തുടക്കം മുതൽ നമ്മൾ പിന്നീട് നമുക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഉള്ള ഉയർത്തുള്ള ഉമ്മത്തുണ്ട്. അതുപോലെ തുടങ്ങിയ ഒരുപാട് ഉമറാക്കളുണ്ട്, വിദ്യാർത്ഥികൾ, പ്രവർത്തകർ, പ്രസ്ഥാന കുടുംബത്തിൽപ്പെട്ട എല്ലാവരും അള്ളാഹു താല എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 2-3 ദിവസങ്ങളിലായി നടന്നു വന്ന നമ്മുടെ സാഹിത്യോത്സവത്തിൻ്റെ സമാപന വേദിയിലാണ് നാം ഉള്ളത്. വളരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഓരോരുത്തരും അവരുടെ വിജയപരാജയത്തിൻ്റെ തിളക്കത്തിലാണ് ഉള്ളത്. നമുക്കറിയാം, നാം വിജയിച്ചാലും പരാജയപ്പെട്ടാലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ തന്നെയാണ് നാം എല്ലാവരും ഉള്ളത്. അള്ളാഹു അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്. പഠിക്കുന്ന സമയത്ത്, ഇൽമു പഠിക്കുന്ന സമയത്ത് ഉത്സാഹിച്ച് നല്ല നിലക്ക് പഠിക്കുകയും പഠിക്കാൻ വേണ്ടി ഉത്സാഹിക്കുകയും അധ്വാനിക്കുകയും അത് ഹാസിലാക്കുകയും ചെയ്താൽ, ഇൽമു കിട്ടുകയും ചെയ്താൽ 2 പ്രതിഫലമാണ് അവർക്കുള്ളത്. ഹദീസിൽ കാണാം, ഒരാൾ അധ്വാനിച്ചു, നല്ല ഉത്സാഹത്തോടു കൂടി മുന്നേറണമെന്ന് കരുതി, പക്ഷെ അയാൾക്ക് അതിൽ മുന്നേറാൻ വേണ്ടി സാധിച്ചില്ലെങ്കിലും അയാൾ പരാജിതനല്ല, ഒരു പ്രതിഫലം അദ്ദേഹത്തിനുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും അള്ളാഹു നമുക്കൊരു വിജയ പരാജയത്തിൻ്റെ ഒരു സ്ഥലമുണ്ട്. നാളെ ആഖിറത്തിൽ അള്ളാഹു അവിടെ നമ്മെല്ലാവരെയും അള്ളാഹു വിജയിപ്പിച്ച് തരുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ആരെല്ലാം നമ്മെ പരിശ്രമിച്ച് നമ്മെ സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, ഒരു പ്രതികൂലമല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ തുടങ്ങുകയും കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായി നമുക്ക് വരികയും ചെയ്ത ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അള്ളാഹു നമ്മെ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം എന്നും നമുക്ക് അള്ളാഹു നൽകി സ്വർഗത്തിൽ എത്തുന്നത് വരെ നമ്മുടെ ഈ പ്രസ്ഥാനം അങ്ങനെ നമ്മുടെ മഹാന്മാർ, നമ്മുടെ ബസൂട്ട് തങ്ങൾ, അതുപോലെ ഷെയ്ഖുന മുർഷിദുന താജുൽ ഉലമ, അതുപോലെ അലിഖുഞ്ഞ ഉസ്താദ്, ബേക്കല ഇബ്രാഹിം ഉസ്താദ് തുടങ്ങിയ നമ്മുടെ പ്രസ്ഥാന നേതാക്കൾ അള്ളാഹു അവരുടെ ദർജെല്ലാം ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇതിലെല്ലാവരും പ്രസ്ഥാന ഈ SSFും ഈ സാഹിത്യോത്സവത്തിനും ഡിവിഷൻ കഴിഞ്ഞ് നമ്മുടെ ജില്ലയുടെ സാഹിത്യോത്സവമാണ് നടക്കുന്നത്. നമുക്കെല്ലാവർക്കും ഏത് നിലക്ക് അത് സഹായിക്കുവാനും അതിന് പ്രോത്സാഹനം നൽകാൻ വേണ്ടി സാധിക്കുന്നുവോ അതിലെല്ലാം നാം എന്താവണം, സംബന്ധിക്കണമെന്നും അതിനു വേണ്ടി അധ്വാനിക്കണമെന്നും സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. എന്തുകൊണ്ട്? ഒരു പ്രോത്സാഹനം എന്നുള്ളത് അത് ഒരാളെ വലിയ നന്നാക്കി തീർക്കാൻ, ആ ഒരു SSFക്കാരന്, ഒരു സാഹിത്യോത്സവത്തിലുള്ള ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ നാം അവരെ സന്തോഷിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത കാരണം കൊണ്ട് അവർ ഉച്ചകോടിയിലെത്തി വലിയ ഒരു പരിശുദ്ധമായ ദീനിൻ്റെ ഒരു ഹിദായത്തിൻ്റെ ഒരു വിളക്കായി അവർ മാറിയാൽ അത് നമുക്ക് ദുനിയാവും ആഖിറവും കിട്ടുന്നതിനേക്കാളും ഖൈറാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പ്രസ്ഥാനം, ഈ SSF എന്നുള്ള ഇരിക്കുന്ന ഈ പ്രസ്ഥാനമുണ്ടല്ലേ, ഞാൻ എന്താണ്
എൻ്റെ ആ മഹാന്മാരുടെ രോമത്തിൻ്റെ വിലക്കില്ലാത്ത എൻ്റെ പ്രോത്സാഹനം കൊണ്ട് ഒരു ഇതും കൊണ്ട് ഇവര് ലക്ഷ്യം ഉണ്ടാവുകയില്ല എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട്? ഇത് നമ്മുടെ വലിയ നേതൃത്വമാകുന്ന വടകര മുഹമ്മദ് അലി തങ്ങൾ ആസ്വദിച്ച ഈ പ്രസ്ഥാനമാണ്. ഒരിക്കലും പാടിപ്പോകില്ല, ഒരിക്കലും ഇത് തളർന്നു പോകൂല. എന്തുകൊണ്ട്? ഇതിന് മഹാന്മാരുടെ ആശീർവാദമുണ്ട്, അവരുടെ പൊരുത്തമുണ്ട്. താജുൽ ഉലമ പറഞ്ഞു, SSFകാരുടെ വലിയ ഒരു സമ്മേളനത്തിലാണ് താജുൽ ഉലമ പറഞ്ഞത്, ഞാൻ നിങ്ങളെ പിന്നിലുണ്ട്, വലൗകാന വഹദി, ഒറ്റക്കാണെങ്കിലും നിങ്ങളെ പിന്നിലുണ്ട് എന്ന് താജുൽ ഉലമ പറഞ്ഞത് ഒരു SSFന്റെ സമ്മേളനത്തിലാണ്. ഈ മഹാന്മാരുടെ ആശീർവാദങ്ങളും പൊരുത്തങ്ങളും നമുക്കിരിക്കുന്ന കാലത്തോളം നമ്മുടെ പ്രസ്ഥാനം ഒരിക്കലും തളർന്നു പോവുകയില്ല, എന്നും വിജയിക്കും. അള്ളാഹു കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. SSF വളരുന്നു വരുമ്പോഴാണ് SYS ഉണ്ടാകുന്നത്. SYS വളരുമ്പോൾ SYS അത് നന്നാകുമ്പോഴാണ് മുസ്ലിം ജമാഅത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാത്തിൻ്റെ അടിസ്ഥാനമായ SSFും SBSും നമ്മുടെ നാട്ടിലും നമ്മുടെ യൂണിറ്റുകളിലും നമ്മുടെ മഹല്ലത്തുകളിലും മദ്രസകളിലും ഉണ്ടാകണമെന്ന്. എന്തിനു വേണ്ടി? ആ മഹാന്മാരുടെ ഒരു ബർക്കത്ത് നമ്മുടെ നാട്ടിലേക്ക് കിട്ടാം. ആ മഹാന്മാരായ താജുൽ ഉലമയുടെയും വടകര മുഹമ്മദ് അലി തങ്ങളുടെയും അതുപോലെ മടവൂർ തങ്ങളുടെയും തുടങ്ങിയ മഹാന്മാരുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സുലൈമാൻ ഉസ്താദ്, അതുപോലെ കാന്തപുരം സുൽത്താനുൽ ഉലമ AP ഉസ്താദ്, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാം നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രസ്ഥാനത്തിന് ഏറ്റവും ശക്തി നൽകിയ നമ്മുടെ ഖുർറത്തു സാദാത്ത് തങ്ങൾ നമ്മൾ വിട പറഞ്ഞപ്പോൾ നാം എല്ലാവരും വലിയ സങ്കടത്തിലും ദുഃഖത്തിലുമാണ്. പക്ഷേ നമ്മെ സന്തോഷിക്കാൻ നമ്മുടെ ഭാഗത്ത് ഖാദിയായി ഇൻഷാ അല്ലാഹ് 5-ാം തീയതി ഉള്ളാളത്തും 6-ാം തീയതി മുടിപ്പിലും നമ്മുടെ സുൽത്താനുൽ ഉലമ ഖാദിയായി ഈ പ്രസ്ഥാനത്തിന് നമ്മുടെ മഹല്ലത്തുകൾക്ക് ഖാദിയായി വരും എന്നുള്ള സന്തോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും. അള്ളാഹു അവിടുത്തെ ദീർഘായുസ്സും ആഫിയത്തും നൽകി ദീർഘകാലം അവരുടെ തണലിൽ നമുക്ക് പ്രവർത്തിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചും കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള പരിശുദ്ധ വാക്യം കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.